നമസ്കാരം സുഹൃത്തുക്കളെ. ഇതെന്താ റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോൾ മറുപടി പറയുമ്പോൾ തന്നെ ഇങ്ങനെ കുരയ്ക്കാൻ വരുന്നത് ഒന്ന് കേൾക്കൂ. ഇവിടെ കൃത്യമായിട്ട് ഒരു ഡയറി കിട്ടി, താങ്കൾ ചോദിച്ചല്ലോ. എന്താണ് സംസാരിച്ചത്? ഇപ്പൊ എന്ത് വാക്ക് ഉപയോഗിച്ചത്? എന്താണ് ഉപയോഗിച്ച വാക്ക്? താങ്കൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. അവതാരകയോട് കുറയ്ക്കുക എന്ന് പറയുന്ന CPM-ന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്? അതോ അങ്ങയുടെ ഭാഗത്ത് വന്ന പിഴവാണ്? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. കുറയ്ക്കുക എന്ന പ്രയോഗം ഒരു വനിതാ ആങ്കറോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയാം. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ? അല്ലല്ല ഒറ്റ എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുറയ്ക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് വരിക. അങ്ങേക്ക് ഉത്തരമില്ല. ആഗോളവൽക്കരണം നടത്തിയിരിക്കുന്നത് വളരെ മോശം പ്രയോഗമാണ്. അങ്ങേക്ക് അത് പിൻവലിക്കാൻ എന്റെ ശൈലിക്ക് യാദൃച്ഛികമായി ഇവരുടെ ചർച്ച കാണേണ്ടി വന്ന സമയത്തൊക്കെ, സാധാരണ ഇതിൽ ഇവരുടെ ചർച്ച അങ്ങനെ കാണാറില്ല, പക്ഷേ യാദൃച്ഛികമായി കാണേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, എന്തൊരു അലപ്പാണ് ഈ സ്ത്രീ. ഇത് ഈ അരുൺകുമാർ പറയുന്ന പോലെ തന്നെ ഈ നായ്ക്കൾ കിടന്ന് കുരയ്ക്കുന്ന പോലുള്ള അങ്ങനെ വല്ലാത്ത ഫീല് തോന്നിയിട്ടുണ്ട്. ഇവർ എന്തിനാണ് ഈ കിടന്നിട്ട് അലയ്ക്കുന്നത് കുരയ്ക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ അതൊന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കമ്മിയാണെങ്കിലും അയാൾക്ക് അത് പറയാൻ തോന്നുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ചർച്ച അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. ഓക്കെ, നല്ല കാര്യം. ഇവർ ഈ വരുന്ന പാർട്ടിയുടെ വക്താക്കളോട് മാത്രമല്ല, കൂടെയുള്ള സഹപ്രവർത്തകരോട് പോലും സമാനമായ രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി എന്താ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം തന്നെ. ഇവരടക്കമുള്ള നിരവധി ആങ്കർമാർ അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ചർച്ച നയിക്കുമ്പോൾ അല്ലെങ്കിൽ നിയന്ത്രിക്കുമ്പോൾ തങ്ങളുടെ പണി എന്നത് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതും അല്ലെങ്കിൽ തങ്ങൾ പക്ഷം പിടിക്കുന്ന ഒരാൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കുന്നതും അയാൾക്ക് എഡ്ജ് കിട്ടാൻ വേണ്ടി, മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നതൊക്കെയാണ് തങ്ങളുടെ ജോലി എന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതായത് ഒരു BJP-കാരനും ഒരു CPM-കാരനും കൂടിയാണ് ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ ഇവർ CPM-ൻ്റെ പക്ഷത്തായിരിക്കും. അവിടെ BJP-ക്കെതിരെയുള്ള സകല സംഗതികളും അവർ മറ്റേ ആളുടെ കൂടെ ചേർത്ത് നിന്നുകൊണ്ട് ഒപ്പിച്ചു കൊടുക്കും. അവർ മറന്നു പോകുന്ന കാര്യം വരെ ഓർമ്മിപ്പിച്ചു കൊടുക്കും. ഇനി ഒരു CPM-കാരനും കോൺഗ്രസ്സുകാരനും തമ്മിലാണ് ചർച്ച വരുന്നതെങ്കിൽ ഇവർ CPM-കാരനെതിരെ കോൺഗ്രസിനൊപ്പമായിരിക്കും. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ആങ്കർമാരുടെ പണി അതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറുള്ള ഒരു ചർച്ചയിൽ അതിൻ്റെ പരസ്യവും മറ്റുമൊക്കെ കഴിഞ്ഞാലും ഈ ആങ്കർമാർ ആയിരിക്കുന്ന ഒരു പരമാവധി 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രമേ മൊത്തത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. തുടക്കത്തിൽ ഒരു ഇൻട്രോ പറയുക, അതിനുശേഷം എന്താണ് ഇന്നത്തെ വിഷയമെന്ന് പറയുക, അതിൽ ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക, അതിൽ ഈ വന്നിരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾക്ക് അവരുടെ ന്യായവാദങ്ങൾ പറയാൻ അനുവദിക്കുക. അതിനിടയ്ക്ക് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള സമയം കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സമയം അവസാനിക്കാൻ പോകുമ്പോൾ അത് മുന്നറിയിപ്പ് കൊടുക്കുക, അതിനുശേഷം മറ്റേ ആൾക്ക് അതിനുള്ള അവസരം കൊടുക്കുക. ഇതിനപ്പുറം ആ വിഷയത്തിലേക്ക് ഇവരുടെ രാഷ്ട്രീയം കയറ്റേണ്ട കാര്യമേ ഇല്ല. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഇതുപോലുള്ള ആങ്കർമാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് എപ്പോഴും ആരുടെയെങ്കിലും പക്ഷം പിടിച്ച് മാത്രമാണ്. ഈ 3 കൂട്ടരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും കൂടി കടിച്ചു കീറാൻ വേണ്ടി BJP-കാരനെ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഈ 2 പേരോട് എതിരിടുക മാത്രമല്ല, നിൽക്കുന്ന ശ്രുതി പരുത്തിക്കാടിനെ പോലെയുള്ളവർക്ക് എതിരെ കൂടി സംസാരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് BJP-കാരൻ പോകും. ഇതാണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും തമ്മിലുള്ള വിഷയമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനെതിരെ കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന സ്മൃതി പരുത്തിക്കാടിനെയാണ് കണ്ടത്. അവസാനം ഗതികെട്ട് സഹിയിട്ടുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ പട്ടി കടന്ന് കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാതെ എന്നൊരു വാക്ക്, അല്ലെങ്കിൽ നായ്ക്കൾ കടന്ന് കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാതെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് സത്യമാണ് താനും. അത്ര അലപ്പാണവർ. അത് ഈ വരുന്ന പാർട്ടിയുടെ വക്താക്കളോട് മാത്രമല്ല, സ്വന്തം ചാനൽ ഫ്ലോറിൽ, അതായത് അവർ ജോലി ചെയ്യുന്ന അതേ ചാനൽ ഫ്ലോറിൽ ഇരിക്കുന്ന പാനലിസ്റ്റുകൾ, അതായത് സഹപ്രവർത്തകരോട് പോലും ഇങ്ങനെ തന്നെയാണ് ആ സ്ത്രീ പെരുമാറുന്നത്. ഇവരൊക്കെ ഏത് രീതിയിലാണ് ഇതൊക്കെ കണ്ടുവച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇതല്ല മാധ്യമപ്രവർത്തന രീതി എന്നവർ മനസ്സിലാക്കണം. സത്യത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടിയും നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ഓരോ പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ റഫറി എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക. കൃത്യമായും ഓരോ വക്താക്കൾക്കും കൊടുത്തിട്ടുള്ള സമയം അവർക്ക് തന്നെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ ചർച്ച വല്ലാതെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ
പരസ്പരം അതിൻ്റെ അതിരുകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലോ അതിൽ നിന്ന് അവരെയൊക്കെ പിന്തിരിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ആ ചർച്ചയുടെ ആ ന്യായവാദങ്ങളിൽ, അതായത് പ്രതിവാദങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവർക്ക് അത് പഠിക്കാതാണ് വന്നെങ്കിൽ ഓക്കെ, അത് അവരുടെ കഴിവുകേടായിട്ട് ജനങ്ങൾക്ക് കൂട്ടിക്കോളാം. നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയക്കാരൻ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അയാൾക്ക് പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ അയാൾക്ക് മേൽക്കൈ കിട്ടാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുകയും ചെയ്യും. ഇത് തീർച്ചയായിട്ടും ഇപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് പിടിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതുണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും, നിഷ്പക്ഷരാവണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി മാത്രം ചെയ്താൽ മതി. ഇൻട്രോ പറയുക, എന്താണ് വിഷയം എന്ന് പറയുക, ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുക. അതിനപ്പുറം കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. നിങ്ങൾ ഇടയ്ക്ക് കയറേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരാളുടെയും പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരാളുടെയും എതിര് നിൽക്കേണ്ടയും കാര്യമില്ല. അതല്ല നിങ്ങളുടെ ജോലി. അതിനിവിടെ പ്രഖ്യാപിതരായിട്ടുള്ള തന്നെ പാർട്ടിക്കാരുണ്ട്, അവരുടെ വക്താക്കളുണ്ട്. അവർ ആ പണി ചെയ്തോളും. നിങ്ങൾക്ക് ചുമ്മാതല്ല മാപ്ര എന്ന പേര് കിട്ടിയത് എന്ന് ഓർക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ കയ്യിരിപ്പ്. അതുകൊണ്ട് മാപ്ര എന്ന് മാത്രമല്ല, നാളെ നായ്ക്കൾ കിടന്ന് കുരയ്ക്കുന്ന പോലെയാണ് നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാലും അതിപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി വരുന്നവരെല്ലാം വലിച്ചു കയറി ഇതിൻ്റെ ബാക്കിയായിട്ട് അലക്കുമെന്ന കാര്യം ഉറപ്പാണ്.